Hello students. So നിങ്ങളുടെ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ ടെക്സ്റ്റിലെ second module polyphony in text, that is what I am teaching you, and we already had one class where we talked about what is polyphony. We said it is many voices or many perspectives എന്നാണ് അതിൻ്റെ അർത്ഥം. So in many stories we or novels we basically have stories that are written from different പെർസ്പെക്റ്റീവ്സ് ഓർ പോയിൻറ്റ്സ് ഓഫ് വ്യൂ, പല വീക്ഷണകോണിൽ നിന്ന് പല പെർസ്പെക്റ്റീവിൽ നിന്ന് കഥ എഴുതിയിരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാലും നമ്മളതിൽ പറഞ്ഞു ആദ്യത്തെ ഒരു 2 പേജ് നമ്മൾ വായിച്ചു. ആൻഡ് വി സെഡ് ദർ ആർ ദീസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ. ദാറ്റ് ഇസ് ഫസ്റ്റ് പേഴ്സൺ പോയിൻറ്റ് ഓഫ് വ്യൂ, അതായത് ഐ വി എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ പോയിൻറ്റ് ഓഫ് വ്യൂ. അത് മെയിൻ ക്യാരക്ടർ തന്നെ കഥ പറയുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ ഒരു സൈഡ് ക്യാരക്ടർ കഥ പറയുന്ന രീതിയിലാവാം. പക്ഷേ രണ്ടാണെങ്കിലും കഥ പറയുന്ന ആൾ, നെറേറ്റർ ആരായിരിക്കും? ദ നെറേറ്റർ ഇസ് ഓൾസോ എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഒരു കഥാപാത്രം തന്നെയാണ് കഥ പറയുന്ന ആൾ. അപ്പോൾ അവർ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തത് ഇതാണ്. R.L. സ്റ്റീവൻസൻ്റെ ട്രഷർ ഐലൻഡ് എന്ന് പറഞ്ഞ നോവലിൽ മെയിൻ ക്യാരക്ടർ, പ്രൊട്ടാഗണിസ്റ്റ് മീൻസ് ദ ഹീറോ ഓർ ദ മെയിൻ ക്യാരക്ടർ. ആ മെയിൻ ക്യാരക്ടറായ ജിം ഹോക്കിൻസ് തന്നെയാണ് കഥ നെറേറ്റ് ചെയ്യുന്നത്. സോ ദ നെറേറ്റർ ആൻഡ് ദ പ്രൊട്ടാഗണിസ്റ്റ് ആർ ദ സെയിം പേഴ്സൺ. On the other hand, in The Adventures of Sherlock Holmes by Sir Arthur Conan Doyle, the narrator is not the main character, the detective Sherlock Holmes, but rather his friend, Dr. Watson. അപ്പോൾ ഇത് രണ്ടിലും ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. പക്ഷേ ട്രഷർ ഐലൻഡിൽ മെയിൻ ക്യാരക്ടർ തന്നെയാണ് കഥ പറയുന്നത്, ജിം ഹോക്കിൻസ്. പക്ഷേ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഷെർലോക്ക് ഹോംസിൽ മെയിൻ ക്യാരക്ടറല്ല, ഒരു സൈഡ് ക്യാരക്ടറായ ഡോക്ടർ വാട്സൺ ആണ് കഥ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ യു എന്ന് വെച്ചിട്ടാവും. പക്ഷേ യു എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റീഡർ ആയിരിക്കും മെയിൻ ക്യാരക്ടർ. അങ്ങനെ റീഡറിനെ പറ്റിയിട്ട് കഥ പറയാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനത്തെ സ്റ്റോറീസ് വളരെ കുറവാണ്. തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സ്റ്റോറീസേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. പിന്നെ ഉള്ളത് തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹീ, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ കഥയിൽ ഇൻവോൾവ് അല്ലാത്ത മറ്റാരോ, ഒരു ഔട്ട്സൈഡർ, ഒരു ഒബ്സർവർ, കഥ പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾ കഥ പറയുന്നത് പോലെ പറയുമ്പോഴാണ് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ നാരറ്റീവ് എന്ന് നമ്മൾ പറയാം. So this person knows what is happening even though that the narrator is not part of the story. ഈ തേർഡ് പേഴ്സണിൽ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്, ഒംനീഷ്യൻറ്റ് ആൻഡ് ലിമിറ്റഡ്. ഒംനീഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന, ഓംനി ഓൾ. സയൻസ് എന്ന് പറഞ്ഞാൽ നോളജാണ്, അപ്പോൾ എല്ലാം അറിയുന്ന ഓംനീഷ്യൻറ്റ്. തേർഡ് പേഴ്സൺ ഓംനീഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും എന്താണ് ചെയ്യുന്നത്, അത് ഏത് സ്ഥലത്തായാലും ശരി, അത് അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിലും ശരി, എല്ലാം അറിയുന്ന ഒരു നരേറ്റർ. അതാണ് തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ നരേറ്റർ. തേർഡ് പേഴ്സൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ നടന്ന് ആ ക്യാരക്ടർ എന്തു പറയുന്നു എന്ന് മാത്രമേ നമുക്ക് റിവീൽ ചെയ്ത് തരുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടർ പറയുന്ന പോലെയല്ല, ഐ എന്ന് പറഞ്ഞിട്ടാവില്ല, ഹീന്നോ ഷീന്നോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. എന്നാലും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കഥയിലേക്ക് പോവാതെ ഒരു ക്യാരക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ തേർഡ് പേഴ്സൺ ലിമിറ്റഡ് പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐ വാസ് ജസ്റ്റ് റീക്യാപ്പിംഗ് വാട്ട് വി ഡിഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് 2 കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ടെക്സ്റ്റിൽ. സോ ദിസ് ഇസ് പേജ് 53. പേജ് 53 ആദ്യം കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ, ദിസ് ഇസ് ഫ്രം എ നോവൽ കോൾഡ് 1984 ബൈ ജോർജ് ഓർവെൽ. ഈ നോവലിലെ ഒരു ചെറിയ പാസേജാണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ. ലെറ്റ്സ് സീ വെദർ ഇറ്റ് ഇസ് ഒംനീഷ്യൻറ്റ് ഓർ ലിമിറ്റഡ്. Winston hardly knew Tillotson and had no idea what work he was employed on. People in the records department did not readily talk about their jobs. In the long windowless hall, with its double row of cubicles and its endless rustle of papers and hum of voices murmuring into speaker rights, there were quite a dozen people whom Winston did not even know by name, though he daily saw them hurrying to and fro in the corridors or gesticulating in the 2 minutes hate. He knew that in the cubicle next to him, the little woman with sandy hair toiled day in, day out, simply at tracking down and deleting from the press the names of people who had been vaporized and were therefore considered never to have existed.
So this is a passage from the novel 1984 by George Orwell. It's a science fiction novel. It was published in the 1940s. അപ്പോൾ 1984 എന്ന് പറയുന്നത് ഒരു 1940s പബ്ലിഷ് ചെയ്യുമ്പോൾ 1984 ഫ്യൂച്ചറാണ്. അപ്പോൾ ഒരു സയൻസ് ഫിക്ഷനാണ്, ഒരു ഫ്യൂച്ചർ സംഭവിക്കാത്ത പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഫ്യൂച്ചറിനെ പറ്റി എഴുതിയിട്ടുള്ളൊരു നോവലാണിത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിനെ ഡിസ്റ്റോപ്പിയൻ എന്ന് പറയാൻ പറ്റും. ഡിസ്റ്റോപ്പിയൻ മീൻസ് നോവൽ ഷോയിങ് എ ഫ്യൂച്ചർ ദാറ്റ് ഈസ് എക്സ്ട്രീംലി നെഗറ്റീവ്. വളരെ എന്താ പറയുക, ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിനെ കാണിക്കുന്ന കഥകൾക്കും സിനിമകൾക്കൊക്കെയാണ് നമ്മൾ ഡിസ്റ്റോപ്പിയൻ നാരറ്റീവ്സ് എന്ന് പറയുക. ഇതിൽ പക്ഷേ ഡിസ്റ്റോപ്പിയ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ എൻറ്റയർ വേൾഡ് ഇൻ ദിസ് നോവൽ 1984 ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് and the government is always keeping tabs on us. The government എപ്പോഴും നമ്മളിങ്ങനെ സർവെയിലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ഗവൺമെൻറ് ഇസ് നോൺ ആസ് ബിഗ് ബ്രദർ. അപ്പോൾ ബിഗ് ബ്രദർ ഇസ് വാച്ചിങ് യു എന്ന് ഈ നോവൽ കൂടെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫ്രേസാണ്. അതായത് എപ്പോഴും ഗവൺമെൻറ് നമ്മളെ ഇങ്ങനെ സർവെയിൽ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പോൾ നമ്മളെ പിടിച്ച് ജയിലിലിടുക, പണിഷ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നുള്ള ആ ഒരു ഇമാജിനേഷനാണ്. അപ്പോൾ 1940s അവരത് എഴുതുമ്പോൾ, ജോർജ് ഓവൽ അദ്ദേഹം അത് എഴുതുമ്പോൾ he was talking about a future, but now we know this is actually happening all around us. Like whatever you do, if you're talking on the phone, that might be being recorded by somebody, or if you're using the internet, all your internet usage is being recorded by your ISP, internet service providers, and if the government wants, they can always get all the information about us. അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ this is no longer a dystopia എന്ന് നമുക്കറിയാം, എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. But anyway, so that is what the novel is about. Now let us look at this passage. The main character here is somebody called Winston. Winston എന്ന് പറയുന്ന ആൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പാസേജാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആൻഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഡിഫറെൻറ്റ് പീപ്പിൾ. ടിലറ്റ്സൺ, പിന്നെ അടുത്ത ക്യൂബിക്കിളിൽ വർക്ക് ചെയ്യുന്ന ലിറ്റിൽ വുമൺ വിത്ത് സാൻഡി ഹെയർ. അപ്പോൾ ഇവരൊക്കെ ആരാണ്, ഇവരൊന്നും എന്താണ് വിൻസ്റ്റൺ അറിയില്ല. അവരൊക്കെ എവിടെ നിന്ന് വരുന്നു, അവർ എന്ത് ടൈപ്പ് വർക്കാണ് ചെയ്യുന്നത്, അവരുടെ എന്താ പറയുക ലൈഫിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ബിക്കോസ് പീപ്പിൾ ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ ഇൻ ദി ഓഫീസ്. എവറിബഡി ഈസ് കെയർ ടു ടോക്ക് ടു ഈച്ച് അതർ. പക്ഷേ എന്തൊക്കെയാണോ ഓഫീസിൽ അയാൾ വിൻസ്റ്റൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഹീ ഷീ ഇറ്റൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡെഫിനറ്റ്ലി തേർഡ് പേഴ്സൺ ആണ്. പക്ഷേ നമുക്ക് എന്താണെന്ന് പറയാം, ഇറ്റ്സ് നോട്ട് എ തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ നാരറ്റീവ്. ഒംനീഷ്യൻ നാരറ്റീവ് ആണെങ്കിൽ നമുക്ക് ടിലറ്റ്സൺ ആരാണെന്നും അയാൾ എന്ത് ചെയ്തു നമുക്കറിയാൻ പറ്റും. ലിറ്റിൽ വുമൺ വിത്ത് സാൻഡി ഹെയർ, അവരുടെ പേരെന്താണ്, വാട്ട് വർക്ക് ഡസ് ഷീ ഡു, വേർ ഡസ് ഷീ കം ഫ്രം. അപ്പോൾ ഇതൊന്നും പക്ഷേ നമ്മളോട് പറയുന്നില്ല ഓത്തർ. ദ ഓത്തർ ഇസ് ഓൺലി ടെല്ലിങ് അസ് വാട്ട് Winston knows. So Winston hardly knew Tillotson, but he knew what the little woman with sandy hair does. അപ്പോൾ വിൻസ്റ്റൺ അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്കും അറിയുന്നത്. വിൻസ്റ്റൺ അറിയാത്ത കാര്യങ്ങളൊന്നും നമുക്കും അറിയില്ല. So this is an example of the third person limited point of view. Okay. Now, so here the narrator speaks in the voice of the third person, but his perspective is limited to the voice of a single character, Winston. So this is an example of limited third person narration. ഇനി അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ദിസ് ഇസ് അനദർ പാസേജ് ഫ്രം ദ നോവൽ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ബൈ ജെയിൻ ഓസ്റ്റൻ. ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുന്ന ഒരു റൊമാൻസ് നോവലാണ്. അതിലത്തെ ഒരു പാസേജാണ്. So here we are talking about two sisters, Jane and Elizabeth, and they are talking about somebody else. Let's see. When Jane and Elizabeth were alone, the former, who had been cautious in her praise of Mr. Bingley before, expressed to her sister just how very much she admired him. "He's just what a young man ought to be," said she, "sensible, good-humoured, lively, and I never saw such happy manners, so much ease, with such perfect good breeding." "He is also handsome," replied Elizabeth, "which a young man ought likewise to be, if he possibly can. His character is thereby complete." "I was very much flattered by his asking me to dance a second time. I did not expect such a compliment." "Did not you? I did for you. But that is one great difference between us. Compliments always take you by surprise, and me never. What could be more natural than his asking you out again? He could not help seeing that you were about 5 times as pretty as every other woman in the room. No thanks to his gallantry for that. Well, he certainly is very agreeable, and I give you leave to like him. You have liked many a stupider person."
സോ ദിസ് ഇസ് എ പാസേജ് ഫ്രം പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ബൈ ജെയിൻ ഓസ്റ്റൻ. എന്താ അവിടെ സംഭവിക്കുന്നത്? രണ്ട് സിസ്റ്റേഴ്സാണ്, ജെയിനും എലിസബത്തും. അവരൊരു മിസ്റ്റർ ബിംഗ്ലി എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ജെയിന് മിസ്റ്റർ ബിംഗ്ലിനെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ബിംഗ്ലിൻ്റെ പ്രേസസ് പറയണം. അയാൾ സെൻസിബിളാണ്, ഗുഡ് ഹ്യൂമേർഡാണ്, നല്ല മാനേഴ്സാണ്, എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അതുപോലെ പറയുന്നുണ്ട് എവിടെയോ അവർ പാർട്ടിക്ക് പോയപ്പോൾ അവർ ഡാൻസ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ടൈം ഓൾസോ ഹി ആസ്ക്ഡ് ടു ഡാൻസ് വിത്ത് ഹിം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഡാൻസ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഡാൻസ് ചെയ്യാൻ ഒരേ ആളോട് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് ദറ്റ് ഹീ ലൈക്സ് ഹെർ. അപ്പോൾ ഇതെല്ലാം കാരണം ജെയിൻ ഇസ് വെരി ഹാപ്പി ആൻഡ് ഷീ ഈസ് ടോക്കിംഗ് ടു ഹർ സിസ്റ്റർ അബൌട്ട് ഇറ്റ്. ആൻഡ് ഹൗവർ എലിസബത്ത് ഇസ് നോട്ട് വെരി ഇംപ്രസ്ഡ് വിത്ത് ഹിം. എലിസബത്ത് ഇങ്ങനെ അയാളുടെ എല്ലാ ഗുണങ്ങളും ജെയിൻ പറയുമ്പോൾ എലിസബത്ത് പറയാം, പിന്നെ സുന്ദരനാണല്ലോ, അപ്പോൾ പിന്നെ ക്യാരക്ടറിന് അതൊക്കെ മതിയല്ലോ, കലയാക്കിക്കൊണ്ട് പറയാണ്, ആ സുന്ദരനായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവനെ ഇഷ്ടപ്പെടാൻ വേറൊന്നും ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ. അതുപോലെ ഐ വാസ് ഫ്ലാറ്റേർഡ്, ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് സച്ച് എ കോംപ്ലിമെൻ്റ് എന്ന് ജെയിൻ ആണ് പറയുന്നത്. മിസ്റ്റർ ബിംഗ്ലി ഡാൻസ് ചെയ്യാൻ എന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അതെനിക്കൊരു കോംപ്ലിമെൻ്റ് ആയി തോന്നിയത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ എലിസബത്ത് പക്ഷേ തിരിച്ചെന്താ പറയണത്, അതെന്താ നീ പ്രതീക്ഷിക്കാതിരുന്നത്? ഞാൻ പ്രതീക്ഷിച്ചു, കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളിലും വെച്ച് നീ യു ആർ ദ പ്രിറ്റിയസ്റ്റ്, യു ആർ 5 times as pretty as every other woman. So obviously what is so surprising about that? Obviously it will be natural for him to ask you to dance again. പിന്നെ ഓക്കെ, അയാൾ അത്ര വലിയ ഗംഭീര മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഐ ഗിവ് യു ലീവ് ടു ലൈക്ക് ഹിം, ഐ വിൽ എഗ്രി ഓർ ഐ വിൽ അലവ് യു ടു ലൈക്ക് ഹിം. അവിടെ തമാശയായിട്ട് പറയണം സിസ്റ്റേഴ്സ് തമ്മിൽ, നീ അവനെ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിലും വലിയ പൊട്ടന്മാരെയൊക്കെ നീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അയാളെ വേണമെങ്കിൽ നീ ഇഷ്ടപ്പെട്ടോളൂ, അയാൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നിവർ പറയുന്നു. സോ ദിസ് ഇസ് ദ പാസേജ്. ആൻഡ് now this is also an example of the third person perspective, because we have Jane and Elizabeth talking about Mr. Bingley. The former, who had been cautious in her praise of Mr. Bingley, expressed to her sister how much she admired him. പിന്നെ സെഡ് ഷീ, റിപ്ലൈഡ് എലിസബത്ത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ഷീ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ ഹീ, ഷീ, ഇറ്റ്, ദേ ഒക്കെയാണ്. അപ്പോൾ മിസ്റ്റർ ബിംഗ്ലിയെ പറ്റി ജെയിനും എലിസബത്തും പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് തേർഡ് പേഴ്സൺ നരേഷനിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കോട്ട്സിനകത്ത് പറയുന്നതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോട്ട്സിനകത്ത് വെച്ച് ഐ വാസ് ഫ്ലാറ്റേർഡ്, ഐ ഡിഡ് ഫോർ യു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ, നീ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സംസാരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഫസ്റ്റ് പേഴ്സൺ ആണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇത് തേർഡ് പേഴ്സൺ ആണ്. കോട്ട്സിൻ്റെ പുറത്ത് അവരെന്താണ് പറയുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ്റ് ആണോ ലിമിറ്റഡ് ആണോ? ഇത് ലിമിറ്റഡ് അല്ല. കാരണം ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ജെയിനിൻ്റെ അല്ലെങ്കിൽ എലിസബത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ ഇതിനെ കാണുക. സിൻസ് വി ആർ സീയിങ് ദിസ് ഫ്രം an overall perspective, we are not going deep into the mind of Jane or into the mind of Elizabeth. നമ്മൾ പുറമേ നിന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒംനീഷ്യൻ പെർസ്പെക്റ്റീവാണ്, ലിമിറ്റഡ് അല്ല എന്ന് പറയാം. അല്ല, ഇപ്പോൾ ജെയിനിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ എൻറ്റയർ സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ എലിസബത്തിൻ്റെ മനസ്സിലുള്ളതൊന്നും നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല. ജെയിൻ്റെ മനസ്സിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകും. എന്നിട്ട് എലിസബത്ത് പറയുന്നതിനോടുള്ള ജെയിനിൻ്റെ റിയാക്ഷൻ അതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ലിമിറ്റഡ് പെർസ്പെക്റ്റീവ് അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, so here Jane Austen employs the third person point of view. However, the perspective is not limited to the voice of any one character. So this is an example of third person omniscient narration. ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്, തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ്റ് ആണ്. ഇനി സംടൈംസ് സം സ്റ്റോറീസ് മേ ഈവൻ യൂസ് മിക്സഡ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ. മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. എപ്പോഴും തുടക്കം മുതൽ അവസാനം വരെ ഫസ്റ്റ് പേഴ്സൺ ആവണമെന്നില്ല, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആവണമെന്നില്ല. ത്രൂ ഔട്ട് തേർഡ് പേഴ്സൺ ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ഫസ്റ്റ് പേഴ്സൺ 1-2 ചാപ്റ്ററിൽ ചിലപ്പോൾ കയറി വരാവുന്നതാണ്. അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പെരിമെൻ്റലായി ചെയ്യുന്ന നോവൽസും ഉണ്ട്. So now we are going to learn about a different type of novel which uses a particular kind of mixed point of view. Home Fire, a contemporary novel by Kamila Shamsi, a Pakistani writer, for example, is divided between 5 characters. The novel, which is a reimagining in contemporary times of Antigone, the Greek play by Sophocles, employs the third-person voice. But the third-person narrative views things through the eyes of 5 characters: Isma, Yemen, Parvez, Anika, and Karamat. 2 chapters each are seen through the eyes of 4 characters and 1 of Anika. അപ്പോൾ വേറൊരു നോവലിനെ പറ്റി പറയുകയാണ്. ഒരു പാകിസ്ഥാനി നോവലാണ് ഹോം ഫയർ. കാമില ഷംസി എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ നോവലാണ്. ഈ നോവൽ
തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് എക്സ്ട്രാ പറയുകയാണെങ്കിൽ ഒരു ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഡ്രാമ ഉണ്ട്, ഒരു ഏൻഷ്യൻറ്റ് ഗ്രീക്ക് പ്ലേ ഉണ്ട്, ആൻറ്റിഗണി എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഇസ് റിട്ടൺ ബൈ ദ പ്ലേ റൈറ്റ് സോഫോക്ലീസ്. ആൻറ്റിഗണി എന്ന് പറയുന്ന ആ പ്ലേനെ പറ്റിയിട്ട് യു ക്യാൻ ലുക്ക് അപ്പ് മോർ. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് ഹൗ ദർ ഇസ് എ ഗേൾ നെയ്മഡ് ആൻറ്റിഗണി ഹു ഹാസ് ടു ബ്രദേഴ്സ് ആൻഡ് their parents are dead and their uncle is in charge of the kingdom. And there is a fight between the two brothers where one of the brothers goes and he leaves the kingdom and then he comes back with an army to fight against the kingdom. ഇറ്റിയോക്ലിസ് ആൻഡ് പോളിനൈസസ് എന്നൊക്കെയാണ് ആ ബ്രദേഴ്സിൻ്റെ പേര്. അപ്പോൾ അതിൽ ഈ രണ്ട് ബ്രദേഴ്സും കൂടിയിട്ട് യുദ്ധം ചെയ്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബ്രദർ കൺട്രീനെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റേ ബ്രദർ കൺട്രിക്ക് എതിരെ, അവരുടെ നാടിനെതിരെ പുറമേ നിന്നൊരു സൈന്യവുമായി വന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടുപേരും മരിക്കുന്നു. ആൻഡ് ദ അങ്കിൾ ഹൂ ഇസ് ദ കിങ് സേസ് ദാറ്റ് ദ ബ്രദർ ഹൂ ഫോട്ട് ഫ്രം ഔട്ട്സൈഡ് ഷുഡ് നോട്ട് ബി ബെരീഡ്. അയാൾക്ക് ബെറിയൽ റൈറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, അയാളുടെ ബോഡി അവിടെ കിടക്കണം. കാരണം എന്താണ്, അയാൾ ഒരു ട്രേറ്ററാണ് അല്ലേ, രാജ്യദ്രോഹിയാണ്, പുറത്തുനിന്ന് വന്നിട്ട് അയാൾ ഫൈറ്റ് ചെയ്തതാണ് എന്ന് പറയും. പക്ഷേ ആൻറ്റിഗണിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അങ്കിൾ പറയുന്നത് കേൾക്കണോ, അതായത് രാഷ്ട്രത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യണോ, അതോ സ്വന്തം ബ്രദറിനെ ബരി ചെയ്യുക എന്നുള്ളത്, ദാറ്റ് ഇസ് സംതിങ് ഷീ ഓസ് ടു ഹെർ ബ്രദർ. ബരി ചെയ്തില്ലെങ്കിൽ അയാളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല, അതുകൊണ്ട് ബരി ചെയ്യണോ എന്നുള്ള ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത ആൻറ്റിഗണീൻ്റെ കഥയാണ് ഗ്രീക്ക് പ്ലേയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതേ കഥേനെ കണ്ടംപററി ടൈംസിൽ, ഇന്നത്തെ കാലത്ത് സമകാലിക അവസ്ഥയിലേക്ക് റീ ഇമാജിൻ ചെയ്തുകൊണ്ട് എഴുതിയൊരു നോവലാണ് ഈ പാകിസ്ഥാനി നോവൽ ഹോം ഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ എന്താ പറയുക, ടെററിസം അങ്ങനെയുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ നോവലിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 5 ക്യാരക്ടേഴ്സാണ്. തേർഡ് പേഴ്സൺ നെരേഷനാണ്, പക്ഷേ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഓരോ ചാപ്റ്ററാണ്. ഈ പറയുന്ന 5 ക്യാരക്ടേഴ്സ്, ഇസ്മ, ഏമൺ, പർവേസ്, അനീക്ക, കറാമത്ത് എന്ന് പറയുന്ന ആ ക്യാരക്ടേഴ്സിലെ അനീക്കയാണ് ആൻറ്റിഗണി, നമ്മളുടെ മെയിൻ ക്യാരക്ടർ. പക്ഷേ അനീക്കയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ഒരു ചാപ്റ്ററേ കിട്ടുന്നുള്ളൂ. ബാക്കി 4 ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഈ 2 ചാപ്റ്റേഴ്സ് വീതം നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ നോവൽ ഒരേ ക്യാരക്ടറിനെ നമ്മൾ ഫോളോ ചെയ്യല്ല, എന്നാൽ ഒരു എന്താ പറയുക, ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഒംനീഷ്യൻ നാരേറ്റീവ് യൂസ് ചെയ്യാമല്ല ചെയ്യുന്നത്. തേർഡ് പേഴ്സൺ ലിമിറ്റഡ് പോയിൻ്റ് ഓഫ് വ്യൂ തന്നെയാണ്, പക്ഷേ ഈച്ച് ചാപ്റ്റർ ഇസ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. So this is an example of a novel written in a mixed perspective or mixed point of view. എന്തിനാണ് ഇങ്ങനെ മിക്സ്ഡ് പെർസ്പെക്റ്റീവ് എഴുതുന്നത്? ദിസ് മിക്സ്ഡ് പെർസ്പെക്റ്റീവ് എനേബിൾസ് എ നോവലിസ്റ്റ് ടു ഓഫർ എ ന്യൂആൻസ്ഡ് ബാലൻസ്ഡ് വ്യൂ ഓഫ് ദ ടാങ്കിൾഡ് ഇഷ്യൂസ് ഓഫ് ലവ് ആൻഡ് ജിഹാദിസം ആൻഡ് ഓഫ് മിക്സഡ് ലോയൽറ്റീസ് ടു ദ ഫാമിലി, നേഷൻ ആൻഡ് വൺസ് റിലീജിയസ് ഫെയ്ത്ത്. അപ്പോൾ ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ ആരുടെ സൈഡാണ് ശരി എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം രാജാവിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജ്യദ്രോഹം ചെയ്ത ഒരാളെ പണിഷ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് മറ്റാൾക്കാരും അതുപോലെ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ, അത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കർശനമായ ഒരു ശിക്ഷ, വളരെ ക്രൂവലായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ രാജാവ് കൊടുക്കേണ്ടത് രാജാവിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ എന്നാൽ ഈ പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബ്രദറാണ്. അപ്പോൾ അവളുടെ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ രാജ്യത്തിനോട് വേണോ അതോ സ്വന്തം ബ്രദറിനോട് വേണോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ റിലീജിയൻ ഒന്ന് പറയുകയാണ്, ബെറി ചെയ്തില്ലെങ്കിൽ അയാളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് പറയുന്നത് റിലീജിയൻ ആയിരിക്കും. അതുപോലെ നേഷൻ ഒന്ന് പറയുകയാണ്, അയാളെ ബെറി ചെയ്ത് കഴിഞ്ഞാൽ നീയും രാജ്യദ്രോഹിയാവുമെന്ന് നേഷൻ പറയുകയാണ് ചെയ്യുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദറാണ്, ബെറി ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് അയാളുടെ ബോഡി അവിടെ ഇങ്ങനെ വെറുതെ ഇടുന്നത് എന്ന് പറയുന്ന. അപ്പോൾ ഈ രീതിയിലെല്ലാം പല കോംപ്ലക്സായ ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്ന ഒരു കഥയായതുകൊണ്ട് അത് നമുക്ക് റിവീൽ ചെയ്യാൻ ഓരോ കഥാപാത്രത്തിൻ്റെയും ശരികളുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് കാണുമ്പോൾ അവർ ചെയ്തതിൽ ശരിയുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നതിൽ തെറ്റുണ്ട്. എന്നാൽ അതേ കാര്യം വേറൊരാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവരുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ അത് വേറെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്ന്. അപ്പോൾ ഇതുപോലുള്ള കോംപ്ലക്സ് ഇഷ്യൂസ് കാണിക്കാൻ പല സമയത്തും നമുക്ക് മിക്സ്ഡ് പോയിൻ്റ് ഓഫ് വ്യൂ ഓർ മിക്സ്ഡ് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. Now you can think about other stories or novels that you are familiar with, and you can try and classify them into first person narrative and third person narrative. First person ആണെങ്കിൽ അതിൽ whether the main character is telling the story or a side character is telling the story. Third person ആണെങ്കിൽ അത് omniscient ആണോ, ലിമിറ്റഡ് ആണോ, മിക്സഡ് പോയിൻ്റ് ഓഫ് വ്യൂ ആണോ, ഈ രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്.
The perspective which a writer chooses for his or her story is determined by what their reasons are in writing the book and how they want their story to develop, and this in turn would come to have a bearing on the meaning and worldview of the text. എന്തിനാണ് ഒരു കഥ പറയുമ്പോൾ ഒരു റൈറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഈ കഥ എഴുതുന്നത്, ഏത് രീതിയിലാണ് ഈ കഥ ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ കഥയിൽ കൂടെ എന്ത് മീനിങ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതനുസരിച്ചായിരിക്കും എന്ത് ചൂസ് ചെയ്യുക, ഏത് പെർസ്പെക്റ്റീവിൽ എഴുതണം, ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതണം എന്നുള്ളത്. Even when a story or a novel privileges the point of view of a certain character or characters, the voices of the other characters may also come through in the narrative. ഇനി ഒരു കഥാപാത്രത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതി എന്ന് വെച്ചിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാത്രം കാര്യം നമുക്ക് മനസ്സിലാവണം എന്നില്ല. ചില സമയത്ത് ഒരു കഥാപാത്രത്തിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് കഥ എഴുതിയതെങ്കിലും മറ്റ് കഥാപാത്രങ്ങളുടെ വോയിസസ് ഇടയിൽ കൂടെ കയറി വരാം. നമുക്ക് വായിക്കുമ്പോൾ മറ്റൊരു ക്യാരക്ടർ പറയുന്നതാണല്ലോ ശരിയെന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ നൈജീരിയൻ നോവലിസ്റ്റ് ചിനുവ അച്ചീബി in his debut novel Things Fall Apart employs a third-person omniscient point of view, which gives importance to the perspective of the protagonist Okonkwo, but the voices of the other characters also find space in the narrative. അപ്പോൾ ഒരു നൈജീരിയൻ ആഫ്രിക്കൻ റൈറ്ററാണ് ചിനുവ അച്ചീബി. അദ്ദേഹത്തിൻ്റെ നോവലാണ് തിങ്സ് ഫോൾ അപ്പാർട്ട്. ആഫ്രിക്കയിലെ ട്രൈബൽസിൻ്റെ അവസ്ഥയും അവരെ കൊളോണിയലിസം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു നോവലാണ് തിങ്സ് ഫോൾ അപ്പാർട്ട്. അതിലെ മെയിൻ ക്യാരക്ടറാണ്, അതിലെ പ്രൊട്ടാഗണിസ്റ്റാണ് ഒക്കോങ്ക്വോ. അയാളുടെ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് നമുക്ക് മെയിൻലി കാണുന്നത്. തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ നാരേറ്റീവ് ആണ്, പക്ഷേ ഈ ഒക്കോങ്ക്വോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് നമ്മൾ കൂടുതൽ അതിൽ കാണുന്നത്. പക്ഷേ എങ്കിലും മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ വോയിസസും അവർക്ക് പറയാനുള്ളതിനും ആ നരേറ്റീവിൽ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഥ ഫുള്ളും വായിച്ചതിന് ശേഷം മറ്റൊരു ക്യാരക്ടറിനോട് ചിലപ്പോൾ നമുക്ക് സിമ്പതി തോന്നാനും സാധ്യത ഉണ്ട്. Hence, this novel has been described by critics as dialogic and polyphonic, terms used by the Russian critic Mikhail Bakhtin in his analysis of the works of the Russian novelist Dostoevsky. അപ്പോൾ ഇതുപോലുള്ള നോവലുകളെ ഏത് പേഴ്സ്പെക്റ്റീവ് എന്ന് കഥ പറഞ്ഞാലും ആ പേഴ്സ്പെക്റ്റീവിലൂടെ മറ്റ് കഥാപാത്രങ്ങളുടെ കൂടി ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു, മറ്റ് കഥാപാത്രങ്ങൾക്ക് പറയാനുള്ളതിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെയുള്ള നോവൽസിനെ നമ്മൾ ഡയലോജിക് അല്ലെങ്കിൽ പോളിഫോണിക് എന്ന് പറയും. നേരത്തെ നമ്മൾ പോളിഫണി എന്താണെന്ന് പറഞ്ഞു, പോളിമെനി, ഫോണോ എന്ന് പറഞ്ഞാൽ വോയിസ് ഓർ സൗണ്ട് എന്നുള്ള അർത്ഥമാണ്. അപ്പം മെനി വോയിസസ് ഉള്ളതാണ് പോളിഫണിക്. ഡയലോജിക്, ലോഗോസ് അഗെയിൻ വേർഡ്സ് അല്ലെങ്കിൽ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലോഗോ എന്ന് പറയുന്നത്. ഡയ മീൻസ് ടു, ഡയലോഗ് എന്ന് പറഞ്ഞാൽ മോണലോഗ് എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറയുന്നതാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെയാണല്ലോ നമ്മൾ ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കഥകളെ അല്ലെങ്കിൽ നോവലുകളെ നമ്മൾക്ക് പോളിഫോണിക് എന്നും വിളിക്കാം, ഡയലോജിക് എന്നും നമുക്ക് വിളിക്കാം. അത് ആ ടേംസ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു റഷ്യൻ ക്രിട്ടിക്കാണ്, മിഖായിൽ ബഖ്തിൻ എന്ന് പറയുന്ന ഒരു റഷ്യൻ ക്രിട്ടിക്കാണ്. അദ്ദേഹം റഷ്യൻ നോവലിസ്റ്റായ ദസ്റ്റോവ്സ്കിൻ്റെ വർക്കുകൾ, ഫ്യോഡോർ ദസ്റ്റോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രദേഴ്സ് കാരമസോവ് ഒക്കെ എഴുതിയിട്ടുള്ള ഫ്യോഡോർ ദസ്റ്റോവ്സ്കി എന്ന് പറയുന്ന റഷ്യൻ നോവലിസ്റ്റിൻ്റെ വർക്ക്സ് അനലൈസ് ചെയ്യുമ്പോൾ അതിലൊരു ക്വാളിറ്റി ആയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് പോളിഫോണിക് ഓർ ഡയലോജിക് എന്നുള്ള ഒരു ക്വാളിറ്റി. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ പോളിഫോണി ഇൻ ടെക്സ്റ്റിലെ പോളിഫോണി എന്നുള്ള വാക്ക് വരുന്നത്. പോളിഫോണിക് ലിറ്ററലി മീൻസ് മെനി വോയിസ്ഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി കമ്മിങ് ബാക്ക് ടു അച്ചീബീസ് നോവൽ തിങ്സ് ഫോൾ അപ്പാർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, നൈജീരിയൻ നോവലിനെ പറ്റി. അച്ചീബി വാസ് പോർട്രേയിങ് ദ ഇഗ്ബോ, ദാറ്റ് ഇസ് എ നൈജീരിയൻ ട്രൈബ്, ദ ഇഗ്ബോ സൊസൈറ്റി ഇൻ എ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ. ദ നോവൽ ഷോസ് ദ കൾച്ചറൽ കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ആൻഡ് ദ ഇഗ്ബോ പീപ്പിൾ. അപ്പോൾ ആഫ്രിക്കയിലെ ഒരു പ്രത്യേക നൈജീരിയയിലെ ഒരു നേറ്റീവ്സ് ആയ ഇഗ്ബോ എന്ന് പറയുന്ന ട്രൈബൽസിൻ്റെ സൊസൈറ്റി ആണ് ആ നോവലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്യാൻ വരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും ഇഗ്ബോ പീപ്പിളും തമ്മിലുള്ള ഒരു കൾച്ചറൽ കൺഫ്രണ്ടേഷനാണ്, കൾച്ചറൽ സ്ട്രഗിളാണ് നമ്മളവിടെ കാണുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ കൾച്ചറും അവരുടെ റിലീജിയനും ഒക്കെ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ട്രൈബൽസ് അവരുടെ സ്വന്തം റിലീജിയൻ, അവരുടെ സ്വന്തം സോഷ്യൽ കസ്റ്റംസ് അതിലെല്ലാം പിടിച്ചു നിൽക്കാൻ നോക്കുന്നു, അവരുടെ ലാംഗ്വേജ് അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കും. പക്ഷേ എന്നാൽ അവർക്കത് പറ്റുന്നില്ല, കാരണം കൊളോണിയലിസമായിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന നോവലിൽ അച്ചീബി നമുക്ക് കാണിച്ചു തരുന്നത്.
The novelist wants to portray the Igbo society as objectively as possible, and hence he allows the perspectives of minor characters too to emerge in the narrative so that his readers get a balanced, nuanced view of Igbo culture. അപ്പോൾ അതിൽ ആ സൊസൈറ്റീനെ ഒബ്ജക്റ്റീവായി കാണിക്കാൻ വേണ്ടി, അപ്പോൾ ഒരാളുടെ ഒക്കോങ്കു എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം കാണിച്ചാൽ അത് ഒബ്ജക്റ്റീവ് ആവില്ല. അയാൾക്ക് പറയാനുള്ളത് മാത്രമേ നമ്മൾ അറിയുള്ളൂ. മറ്റ് കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഇതേ പ്രശ്നത്തിനെ ഡീൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ അവരെങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട് എന്താണ് അതിനെപ്പറ്റി എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ പല ഇൻക്ലൂഡിങ് മൈനർ ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടർ അല്ലാത്ത സൈഡ് ക്യാരക്ടേഴ്സ്, ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, മൈനർ ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവും കൂടി നാരറ്റീവിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എമേർജ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ നോവലിസ്റ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് ആ നോവൽ വായിച്ചു കഴിയുമ്പോൾ റീഡേഴ്സിന്, വായനക്കാർക്ക് ഇഗ്ബോ കൾച്ചറിനെ പറ്റി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, നുവാൻസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കോംപ്ലക്സിറ്റീസും അറിയുന്ന, എല്ലാ സൈഡിൽ നിന്നും നോക്കിക്കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നു. And according to Bakhtin says that novels, given their magnitude and character diversity, are inherently polyphonic in character, unlike the epic which presents a more homogeneous world view. അപ്പോൾ ഭക്തിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പോളിഫണി നമുക്ക് കാണാൻ പറ്റുന്നത് നോവൽസിലാണ്. കാരണം നോവൽസ് വളരെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ലെങ്ത് ഉണ്ട് അല്ലേ, ഒരുപാട് വലിയ കഥയായിരിക്കും, പെട്ടെന്ന് തീരുന്ന ഒരു കഥയല്ല, ലോങ് ആയിരിക്കും നോവൽസ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കും. ആൻഡ് ക്യാരക്ടർ ഡൈവേഴ്സിറ്റി, 3-4 ക്യാരക്ടേഴ്സ് ആവില്ല ഒരു നോവലിൽ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നല്ല ക്യാരക്ടേഴ്സ്, ചീത്ത ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സിനെ എന്താ പറയുക ഹിൻഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ക്യാരക്ടേഴ്സ്, എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പല തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാം പെർസ്പെക്റ്റീവ് കുറച്ചെങ്കിലും ആ നോവലിൽ പുറത്തേക്ക് വരും. അതുകൊണ്ട് നോവൽസ് ഇൻഹെറൻ്റ്ലി മീൻസ് ബൈ നേച്ചർ, നോവൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് പോളിഫോണിക് ആണ്. ഇനി അതിനോട് വ്യത്യസ്തമായി പോളിഫോണിക് അല്ലാത്ത ഒരു സംഭവം ഭക്തിൻ പറയുന്നത് എപ്പിക്കാണ്. എപ്പിക്ക് നമുക്കറിയാലോ, നമ്മൾക്ക് ഈ ഗ്രീക്ക് എപ്പിക്സ് ഉണ്ട്, റോമൻ എപ്പിക്സ് ഉണ്ട്, ഈവൻ നമ്മളുടെ മഹാഭാരത രാമായണമൊക്കെ എപ്പിക്സ് ആണ്. അതിലും ലോങ് സ്റ്റോറീസ് ആണ്, അതിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ മിക്കവാറും എപ്പിക്കിന് കുറച്ചും കൂടി അതിലെ ഹീറോസിൻ്റെ പെർസ്പെക്റ്റീവാണ് ശരി എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്യുക. പക്ഷെ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ സംഭവമാണ്. അതിൽ ഹീറോയിനൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും കഥ പറയുക, എന്നാലും അതിൽ മറ്റ് കഥാപാത്രങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ളൊരു അവസരം കൂടുതലാണ്. ദ ഓപ്പർച്യൂണിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ നോവൽസ് ഫോർ അതർ ക്യാരക്ടേഴ്സ് ടു ഷോ ദെയർ ഓൺ പെർസ്പെക്റ്റീവ്. However, a text may also employ the technique of polyphony more overtly means more openly, featuring a single incident or chain of events from multiple vantage points. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ പോളിഫോണി എന്ന് വെച്ചാൽ തേർഡ് പേഴ്സണോ ഫസ്റ്റ് പേഴ്സണോ ഒക്കെ ആയ ഒരു കഥയിൽ മറ്റ് കഥാപാത്രത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ ഉയർന്നു വരിക, എമേർജ് ചെയ്ത് വരിക. പക്ഷെ അങ്ങനെ അല്ലാതെ ചിലപ്പോൾ വളരെ ഓപ്പണായിട്ട് ഈ പോളിഫണി കാണിക്കുന്ന ചില ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ചില നോവലുകളോ കഥകളോ ഉണ്ടാവാം. അതിലെങ്ങനെ വെച്ചാൽ ഒരേ ഇൻസിഡൻറ്റ് തന്നെ, ഒരേ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇൻസിഡൻറ്റ്, സെറ്റ് ഓഫ് ഇൻസിഡൻറ്റ്സ്, പല മൾട്ടിപ്പിൾ വാൻറ്റേജ് പോയിൻറ്റ്സ് അഗെയിൻ മീൻസ് പോയിൻ്റ് ഓഫ് വ്യൂ ഓർ പെർസ്പെക്റ്റീവ്സ്. പല ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു സ്ഥലം, നമ്മൾ കോളേജ് എടുത്തു എന്ന് വിചാരിക്കുക, നമ്മൾ കോളേജിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമുക്കൊരു വ്യൂ ആണ് അല്ലേ. പക്ഷേ നമുക്ക് വേറൊരു സൈഡിൽ പോയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിയിട്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് വേറൊരു വ്യൂ ആണ്. അതൊക്കെ ഡിഫറെൻറ്റ് വാൻറ്റേജ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഒരേ സ്ഥലം, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ അതിനെ നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കുന്നു, നമ്മൾ ഗ്രൗണ്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വ്യൂ ആണ് കിട്ടുക അല്ലേ. അപ്പോൾ അതാണ് എന്ത് വാൻറ്റേജ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരേ ഇൻസിഡൻറ്റിനെ നമ്മൾ പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന വളരെ ഓപ്പണായിട്ട് പോളിഫണി യൂസ് ചെയ്യുന്ന ചില ടെക്സ്റ്റുകളുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ദിസ് ജാപ്പനീസ് ഫിലിം കോൾഡ് റാഷമോൺ, ഡയറക്റ്റഡ് ബൈ അക്കിറ കുറോസോവ. ദാറ്റ് ഈസ് എ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ്, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു ദിവസം അത് കാണാം. വി വിൽ സ്ക്രീൻ ദാറ്റ് ഐദർ ഇൻ ദ കോളേജ് ഓർ I will give you the film and you can watch it from home. നമുക്കത് വി വിൽ ഫിഗർ ദാറ്റ് ഔട്ട്. പക്ഷേ അതും നിങ്ങൾക്ക് കണ്ടാൽ വളരെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടാൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫിലിമാണ്, നമുക്ക് പ്രിസ്ക്രൈബ്ഡും കൂടിയായ ഫിലിമാണ്. അതിലെന്താണ്, ഇറ്റ് റിക്കൗണ്ട്സ് എ സ്റ്റോറി ഓഫ് എ മർഡർ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് മോർ ദാൻ വൺ പേഴ്സൺ, ദസ് ഡീബങ്കിങ് ദ നോഷൻ ഓഫ് ട്രൂത്ത് വിത്ത് എ ക്യാപിറ്റൽ T.
ട്രൂത്ത് വിത്ത് എ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടി ക്യാപിറ്റൽ വെച്ചിട്ട് ട്രൂത്ത് എഴുതിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സത്യമേ ഉള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് കിട്ടുക അല്ലേ? സത്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, സത്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഒരേ സത്യമാണ് എന്നുള്ള ഐഡിയ ആണ്. പക്ഷെ അതിനെ ഡീബങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു ഫിലിമാണിത്. അങ്ങനെ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് സത്യം എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് സത്യമായി തോന്നണമെന്നില്ല അല്ലേ? എനിക്ക് ഇതാണ് സത്യം അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് എനിക്ക് തോന്നാം, പക്ഷെ മറ്റൊരാൾക്ക് തോന്നാം അല്ല, അതല്ല മറ്റൊരു കാര്യമാണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റൊന്നാണ് ശരി എന്ന് മറ്റൊരാൾക്ക് തോന്നാം. അപ്പോൾ അത് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു ഫിലിമാണ് ഈ ജാപ്പനീസ് ഫിലിം. അക്കിറ കുറസോവ ഡയറക്റ്റ് ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ഫിലിം മേക്കറാണ് അക്കിറ കുറസോവ. അദ്ദേഹത്തിൻ്റെ റാഷമോൺ എന്ന് പറഞ്ഞ ഫിലിം, ഐ ഡോണ്ട് നോ വെദർ എനി ഓഫ് യു ഹാവ് വാച്ച്ഡ് ഇറ്റ്. ഇഫ് യു ഹാവ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട്. അല്ലാത്തവർക്ക് നമുക്കത് വാച്ച് ചെയ്ത് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിലോ, അങ്ങനെ നമുക്ക് വി വിൽ ട്രൈ ടു ഡു ദാറ്റ്. സോ ദെയർ ബേസിക്കലി വി ഹാവ് എ മർഡർ. ഒരു മർഡർ സംഭവിക്കുന്നതാണ് ആ സിനിമയിൽ നമ്മൾ മെയിനായിട്ടുള്ള ഒരു പ്ലോട്ട് പോയിൻറ്റ്. എന്നിട്ട് ആ മർഡറിൽ ഇൻവോൾവ് ആയ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ഹൗ ദാറ്റ് മർഡർ ഹാപ്പൻഡ് എന്നുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതാണ്. എന്നിട്ട് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും ആ ഇൻസിഡൻസ് നമുക്ക് വ്യത്യസ്തമായിട്ട് സിനിമ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിൽ അവസാനം ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നൊരു അങ്ങനത്തെ ഒരു സിനിമയാണത്. അപ്പോൾ അതെന്തിനാണ്? സത്യം എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരേ കാര്യങ്ങളെ പല ആൾക്കാരും പല രീതിയിൽ മനസ്സിലാക്കിയെടുക്കും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഫിലിമാണത്. അതിൽ പോളിഫോണി വളരെ ഓപ്പണായി ഓവേർട്ടായിട്ട് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ആസ്ക് മീ ആൻഡ് ദെൻ വി വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ നൗ ആൻഡ് വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ദിസ്